ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇന്ന് സാലിമാനെ ഇങ്ങനെ കൊണ്ടാക്കാൻ പോവാണ്. പക്ഷേ പോരാ, ബാക്കി ചോർന്നു. നമ്പർ താഴെ ബയോലുണ്ടാവും. നാളെ കമന്റിൽ നമ്പർ ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞങ്ങൾ തിരിച്ച് ഖത്തറിലോട്ട് പോവാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു വീഡിയോ ഒക്കെ വിചാരിച്ചു. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, സെറ്റായി. ഒരു 12:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. കസിൻസാണ് കൊണ്ടുവയ്ക്കുന്നത്. കാക്കയുണ്ട്, പിന്നെ മേമാൻ്റെ മക്കളും മാമൻ്റെ മക്കളൊക്കെ ഉണ്ട്. ഒരാളെ വിളിച്ചതാണ്. അപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു പറഞ്ഞ പോലെ 5-6 ആൾക്കാർ കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിൽ 2 ഗായകരാണ്. ഒന്ന് ഫ്രണ്ടിലിരിക്കുന്ന ഷാനും, പിന്നെ ബാക്കിലിരിക്കുന്ന വൈറ്റ് ഷർട്ട് നിതാലും. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഐസമോൻ ഉറങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിട്ട് ഇങ്ങനെ പോയി. കുറിച്ച് എനിക്ക് എന്താ പറയാ, ഈ ഇത്ര കാലം നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന്റെ പഴയ കൊച്ചല്ല, കൊച്ചിനെ കുറിച്ച് അഫിലു കൊച്ചിനെ കുറിച്ച് 2 വാക്ക്. കൊച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ കൊച്ചിത്തെ മെയിൻ സാലുവാണ്. ഇപ്പൊ കൊച്ചി ഭരിക്കുന്നത് പറയുന്നത് സാലുവാണ്. സാലുവിന്റെ അണ്ടറിലാണ്. അവിടെ എന്തെങ്കിലും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാലിനെ വിളിച്ചാൽ മതി. നമ്പർ താഴെ ബയോലുണ്ടാവും. നാളെ കമന്റിൽ നമ്പർ ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിന്ന് അങ്ങനെ അങ്കമാലി എത്തിയപ്പോൾ ഞാൻ ഐസുമോനെ എണീപ്പിച്ച് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ കഞ്ഞി കൊടുത്തു. കാക്കയും കസിൻസ് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്കമാലിയിൽ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്, അവിടെ കയറി. അവർ ലുഹർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എയർപോർട്ടിൽ എത്താൻ പോവാണ്. അതാ സാലിമ കേരളം വിടാൻ പോകുന്നു. കേരളം വിട്ട് അടുത്ത എയർപോർട്ടിന്റെ ഏകദേശം എൻട്രിയിലോട്ട് എത്തുന്ന സമയത്തായിരുന്നു ഞങ്ങൾ ഇന്ന് മിലിറ്ററി ഫോഴ്സിനെ കണ്ടത്. മിലിറ്ററി ഫോഴ്സ് ഇന്ന് അവർ പ്രത്യേക തരം വണ്ടി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി ലഗേജ് ഒക്കെ എടുത്തു വെച്ച് തന്നു. അവരെല്ലാവരും ഉണ്ടായത് ഭയങ്കര റിലീഫായിരുന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയതേ അറിഞ്ഞില്ല, യാത്രാക്ഷീണം ഉണ്ടായിരുന്നില്ല. പിന്നെ പോരുന്നതിൻ്റെ ഒരു സങ്കടം ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്രാവശ്യം എന്തായാലും എൻജോയ് ചെയ്തിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ഒരാളും കൂടി മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇക്കയുടെ ഫ്രണ്ടിൻ്റെ ഉമ്മയും കൂടി ഉണ്ടായിരുന്നു. അവരെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ ഉള്ളിലോട്ട് കയറിയത്. എങ്ങോട്ടാ പോണു? അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞപ്പോഴേക്കിനും
എനിക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിലോട്ട് പോയിട്ട് എന്തെങ്കിലും മേടിക്കുക വിചാരിച്ചു. അപ്പോഴേക്കും ഐസുമോൻക്ക് വിശക്കുണ്ട് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. പിന്നെ വന്നപ്പോഴേക്കിനും ഫ്ലൈറ്റ് കയറേണ്ട ടൈമായി. ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. 3 മണിക്കൂർ എങ്ങനെ പോയെന്ന് ഞാൻ അറിഞ്ഞില്ല ഇപ്രാവശ്യം. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് എടുത്തു. നമ്മൾ നോമ്പ് തുറന്നു. നോമ്പ് തുറക്കാൻ ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഈത്തപ്പഴം വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഐസുമോൻക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോമ്പ് തുറന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് നട്ട്സും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ബബിൾ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു, ബർഗറും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവനക്ക് കളേഴ്സ് കൊടുത്തു. കളറിംഗ് ബുക്കും കളേഴ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗിൽ. അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പൊലിവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒരു 4-4.5 മണിക്കൂർ കഴിയണമല്ലോ. കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഒരു കളർ ചെയ്യൽ കഴിഞ്ഞു. രണ്ടാമത്തെ കഴിഞ്ഞപ്പോഴേക്കിനും ഫ്ലൈറ്റിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ലൈറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ പിന്നെയും കളർ ചെയ്യാൻ തുടങ്ങി. ഡ്രസ്സ് നന്നായിട്ട് കളർ ചെയ്യുന്നുണ്ട്. ഞാൻ അത്ര നേരമൊന്നും അതിൽ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവന് 3ാമത്തെ കളർ ചെയ്തു, 4ാമത്തെ പിക്ചർ കഴിഞ്ഞു, 5ാമത്തെ പിക്ചർ കഴിഞ്ഞു. അങ്ങനെ ഒരു 5-6 പിക്ചേഴ്സ് അവൻ കളർ ചെയ്തതിന് ശേഷം പിന്നെ അവനക്ക് മടുത്തു. അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ അവനക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് അത് കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾ കുറച്ച് വയലൻ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മെല്ലെ ടാബ് എടുത്ത് അതിൽ കുറച്ച് ഗെയിം കളിച്ചു എന്ന് പറഞ്ഞിട്ട് അതിലിരുത്തി ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പുറത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതായി എന്ന് വിളിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനത് മേടിച്ച് വെച്ചു. ഫ്ലൈറ്റ് ഇറങ്ങി ഖത്തർ എത്തി. നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ്. അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ വണ്ടി വരുമ്പോഴും അത് ബബ്ബയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കണം അവൻ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇക്കടെ ഫ്രണ്ടിൻ്റെ ഉമ്മ ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ അവരും നമ്മളെടുക്കാൻ വന്നു. രാത്രി ഒരു 9:45-10 മണി ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ. പിന്നെ ഞങ്ങൾ തിരിച്ചൊരു ഷവർമയും മേടിച്ചിട്ട് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.